നമ്മുടെ വിനയൽ മാറ്റം ഒന്ന് പൊളിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ദേ എൻ്റെ പൊന്നെ, ഈ സാധനം കണ്ട വണ്ടികളുടെ ക്യാൻസർ ആണ് ഈ സാധനം, വണ്ടികളുടെ ക്യാൻസർ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇത് നോക്കിയേ, നമ്മുടെ 2 സീറ്റ് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മുടെ കോളേജിൽ കയറ്റാനായിട്ട്. അതായത് നമ്മുടെ വണ്ടി 8 സീറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ നടുക്കും അതേപോലെ തന്നെ പുറകിലും ബെഞ്ച് സീറ്റാണ് വരുന്നത്. അപ്പോൾ കോളേജിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള വണ്ടിയുള്ള RS വരുന്നത് ബെഞ്ച് നടുക്ക് വരുന്നത് ക്യാപ്റ്റൻ സീറ്റാണ്. അതായത് ഫ്രണ്ടിലത്തെ 4 എണ്ണം നമ്മുടെ ബക്കറ്റ് സീറ്റും ഈ ഒരു ബാക്കിൽ സീറ്റ് ഇതേപോലത്തെ 3 വേറെ സീറ്റുമാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും നിലനിർത്തുവാണ്, ഇത് മാറ്റുന്നില്ല. ഇത് മാറ്റാതെ തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ 4 ബക്കറ്റ് സീറ്റ് ആക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള സീറ്റാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സീറ്റ് നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ കയറ്റാൻ പോവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിനയൽ മാറ്റം ഒന്ന് പൊളിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ദേ ഇവിടെ ഒരു തുരുമ്പ് കണ്ടു, അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ട് ചെറിയ പാച്ച്. അപ്പോൾ എന്തായാലും ഇത് പ്രതീക്ഷയാണ് നമ്മൾ വണ്ടി എടുത്തത്, എന്തായാലും പാച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ നടുക്കത്തെ റോയിലെ ഈ സീറ്റ് അഴിച്ചു മാറ്റാൻ പോവാണ്. അപ്പോൾ ഈ റോ സീറ്റ് മാറ്റിയിട്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ഫ്രണ്ടിലത്തെ ബക്കറ്റ് സീറ്റ് ചെയ്യാൻ പോണത്. അപ്പം നടുക്കത്തെ സീറ്റ് നമ്മൾ അഴിച്ചു മാറ്റി, ഇനിയിപ്പോൾ ബാക്കിലത്തെ ഈ സീറ്റ് കൂടെ അഴിച്ചു മാറ്റാനുള്ളൂ. സീറ്റൊക്കെ അഴിച്ച് ഇതാണ്ടല്ലോ ഫുൾ അഴിച്ച്, ഇനിയിപ്പോൾ അതെ നമ്മുടെ നടുക്കത്തെ ഈ ഒരു ബോക്സും മാത്രമേ അഴിക്കാനുള്ളൂ. ഇനി നമുക്ക് വിനയൽ മാറ്റ് പൊക്കണം, അതാണ് ഏറ്റവും വലിയ പണി. അതായത് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള വിനയൽ മാറ്റ് ഞങ്ങൾ പൊക്കി നോക്കാൻ പോവാണ്, പാച്ച് വർക്ക് ഉണ്ടോ ഇല്ലെന്നും തമ്പുരാൻ അറിയാം. അപ്പോൾ നമ്മൾ വിനയൽ മാറ്റ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ. ഇവിടെയൊക്കെ ഉണ്ട് പാച്ച്, കണ്ട പാച്ച് കിട്ടുള്ളൂ. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ പാച്ചുണ്ട്. എൻ്റെ പൊന്നെ, ഈ സാധനം കണ്ട വണ്ടികളുടെ ക്യാൻസർ ആണ് ഈ സാധനം, വണ്ടികളുടെ ക്യാൻസർ. എന്തായാലും വണ്ടി കുഴപ്പമില്ല, നമ്മൾ പൊളിച്ചെടുത്ത് ചെറിയ ചെറിയ പാച്ച് വർക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അത് നമുക്ക് ചെയ്യിച്ചെടുക്കാം. വണ്ടിയുടെ അകം ഫുള്ള് സാൻഡ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ നമ്മുടെ സാബുണത്. കണ്ടത് ഇവിടെയൊക്കെ നല്ല നീറ്റായി, ഇവിടെയൊക്കെ തുരുമ്പായിരുന്നു, അടിച്ച് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ട തകർത്തോണ്ടിരിക്കുകയാണ്, ഫുള്ള് പാച്ച് വർക്ക് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് ദേ ഇവിടം വരെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് ഞങ്ങൾ സാൻഡ് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ നമ്മൾ മറ്റേ മെഷീനകത്ത് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതെ വാക്യൂം ക്ലീനറൊക്കെ ഇട്ട് മണ്ണൊക്കെ വടിച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ മൊത്തത്തിലൊന്ന് പ്രൈമർ അടിക്കണം. അപ്പോക്സി പ്രൈമർ അടിച്ചിട്ട് നീറ്റാക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ പുറത്തൊരു മാറ്റ് ഇടണം. അപ്പോൾ ഈ കാണുന്ന മാറ്റാണ് കേട്ടോ, 3.5 മീറ്റർ മാറ്റ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് വണ്ടിയുടെ അകത്ത് ഇടാനായിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ വണ്ടി മൊത്തത്തിൽ അഴിച്ച് ഈ ഒരു രൂപത്തിലാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സീറ്റിന്റെ താഴത്തെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ വെട്ടി മാറി കഴിയുമ്പോൾ നമ്മുടെ സീറ്റ് ലെവലാവും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലെവൽ, അതായത് ഞാൻ ഈ ലെവലിലെ കാര്യം പറഞ്ഞു. ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു സീറ്റ് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വൈകുന്നേരം 6 മണിയായി, ഒരെണ്ണം സെറ്റായുള്ളൂ. കാരണം വെച്ചാൽ ഭയങ്കര പണിയാണ് ഈ സംഭവം ചെയ്യാനായിട്ട്. ഇപ്പൊ സമയം 9 മണിയായി രാത്രി. നമ്മൾ 2 സീറ്റ് സെറ്റ് ചെയ്തു. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആംബ്രസ്റ്റ് സെറ്റ് ചെയ്യുവാണ്. നമുക്കൊരു ആംബ്രസ്റ്റ് കൂടെ സെറ്റ് ചെയ്യണം 2 ഇതിനും. നമ്മുടെ സാബുണ്ണത്തെ അവിടെ നിൽപ്പുണ്ട്. 9 മണിയായിട്ടുണ്ട്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്, സീറ്റ് നല്ല പക്കായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഗ്രൈൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ കണ്ടു ഇവിടെയൊക്കെ കുറച്ച് പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇതൊക്കെ അണ്ണാത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഫുള്ള് സെറ്റപ്പ് ചെയ്യാൻ പറ്റും, അതായത് മൂവ് ആക്കി എല്ലാം ചെയ്യാൻ പറ്റും. അതായത് ഈ സീറ്റ് സ്റ്റേഷനറി അല്ല, നമുക്ക് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ ആക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സീറ്റൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ മൊത്തം അഴിച്ചിട്ടുണ്ട്. എന്താ പരിപാടി എന്ന് വെച്ചാൽ പെയിന്റിംഗ് ആണ്. നമ്മുടെ വണ്ടിയിൽ നേരത്തെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളവർ പ്രൈമറോ കാര്യങ്ങളോ ഒന്നും അടിച്ചില്ല, ചുമ്മാ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഇത് ഇപ്പൊ എടുത്തിരിക്കുന്ന അപ്പോക്സി പ്രൈമറാണ്. അപ്പോക്സി പ്രൈമർ ഇത് അടിച്ച് ഒരു കോട്ട് അടിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതിന്റെ പുറത്ത് മാറ്റ് ഇടും. മാറ്റ് ഇട്ടിട്ട് നമ്മുടെ സീറ്റ് പിടിപ്പിക്കാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കോളീസിന്റെ വർക്ക് മൊത്തത്തിൽ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ വണ്ടിയുടെ അകത്തെ സീറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ വണ്ടിയുടെ അകത്തെ സീറ്റ് നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ ബാക്കിലെ 2 സീറ്റ് നമ്മൾ മൊത്തത്തിൽ മാറി. ഫുള്ള് നല്ല രസമാണ് കയറിയിരിക്കാനൊക്കെ ആയിട്ട്. ഇതുണ്ടോ, ഇതുണ്ടോ നല്ല കംഫർട്ടായിട്ട്. അതായത് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ബക്കറ്റ് സീറ്റ്, അതായത് ക്യാപ്റ്റൻ സീറ്റ് എന്നാണ് ഈ സീറ്റുകൾക്ക് പറയുന്നത്. ഈ സീറ്റ് വരുന്നത് കോളീസിൻ്റെ RS വേരിയൻ്റ്, ടോപ്പ് എൻഡ് വേരിയൻ്റാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നോവ അങ്ങനെയുള്ള വണ്ടികളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ ഇവിടെ ബെഞ്ച് സീറ്റായിരുന്നു വന്നിരുന്നത്. ആ സീറ്റിനെ നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മൾ ഇതേപോലുള്ള ക്യാപ്റ്റൻ സീറ്റ് ആക്കിയിരിക്കുകയാണ്.
ബാക്കിലെ സീറ്റ് കയറ്റി 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് മാറ്റി. എന്ന് വെച്ചാൽ പുറകിലെ സീറ്റ് മാറിക്കഴിഞ്ഞ് ഞങ്ങൾ ഈ വണ്ടിയും കൊണ്ടുവന്ന് ദൂരയാത്ര പോയായിരുന്നു, കൊല്ലം വരെ പോയായിരുന്നു. പോയ സമയത്ത് നല്ല നടുവേദനയും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം ഇതിൻ്റെ സീറ്റ് നിരപ്പ് സീറ്റാണ് വരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയിൽ കിടന്നിരുന്ന പഴയ സീറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ബെഞ്ച് കണക്കത്തെ സീറ്റാണ്. വലിയൊരു കുഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇരിക്കാൻ ഭയങ്കര നമുക്കൊരു സുഖമില്ല ഇരിക്കാൻ. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ നടുവേനയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റിയേക്കാൻ ഓർത്തു. ഈ ഒരു സീറ്റ് കണ്ടോ, ഈ ഒരു സീറ്റാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കുഴിവാണ് പുറകോട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. മറ്റേത് ഇങ്ങനെ ബെഞ്ച് സീറ്റ് ആയതുകൊണ്ട് നമുക്കൊന്ന് ഒരു ബാക്കിനൊരു സപ്പോർട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ സീറ്റും നമ്മുടെ സാബൂണനെ കൊണ്ട് തന്നെ മൊത്തത്തിൽ മാറ്റി. നേരത്തെ എൻ്റെ കയ്യിൽ ഇരുന്ന സീറ്റ് തന്നെയാണ്. അതായത് നമ്മുടെ മേളത്തെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ വർക്ക് സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കാറിൻ്റെ സീറ്റ് കൊണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സോഫ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സീറ്റ് നമ്മൾ ഓൾട്ടർ ചെയ്ത് നമ്മൾ നമ്മുടെ കോളീസിൽ അങ്ങനെ കയറ്റിയിരിക്കുകയാണ്. അങ്ങനെ 4 സീറ്റും നമ്മൾ പുത്തൻ സീറ്റ് കയറ്റി. അതായത് ഫ്രണ്ടിലത്തെ 2 സീറ്റ് സാൻഡ്രോടത്, ബാക്കിലത്തെ 2 സീറ്റ് ഷെവർലെ യുവയുടെ. അപ്പം 4 സീറ്റ് ഇപ്പോൾ ബക്കറ്റാക്കിയിരിക്കുകയാണ്. അടുത്ത വീഡിയോ എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കോളീസിലേക്ക് സൗണ്ട് സിസ്റ്റം ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ കോളീസിലുള്ള സിസ്റ്റം മാറ്റി സ്റ്റീരിയോ, അതോടൊപ്പം തന്നെ സ്പീക്കർ, അതോടൊപ്പം തന്നെ നമ്മൾ സബ് വൂഫർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പക്കയാക്കാൻ പോവുകയാണ് സൗണ്ട് സിസ്റ്റം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ അടുത്തുന്നതായിരിക്കും. അത് രശ്മി ഗോവിന്ദ് സൈനിങ് ഔട്ട്.